ലോകപ്രശസ്തമായ ആപ്പിൾ ആർ എൻക്ലക്സ് ക്ലാസുകൾ ഇനി മലയാളത്തിലും ലഭ്യമാണ്. എൻക്ലക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ഏറ്റവും മികച്ച അവസരം. ഇതാ ക്ലാസ്സിൽ നിന്നുള്ള കുറച്ച് ക്ലിപ്പുകൾ. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സർജിക്കൽ കെയറിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് സർജറിക്ക് ഒരു പേഷ്യന്റ് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്ത് വെക്കണ്ടേ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഒന്ന് ക്ലൂസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കണ്ടേ, എൻക്ലക്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദാ ഇത് കണ്ടോ, ഹാർട്ട് കിടന്ന് ഇടിക്കുന്ന കണ്ടോ? അപ്പം ഇതാണ് ശരിക്കും സാധനം എന്ന് പറയുന്നതാണ് നമ്മുടെ റൈറ്റ് ഓട്രിയം ചേംബർ എന്ന് പറയുന്നത് കേട്ടോ. റൈറ്റ് ഓട്രിയം ചേംബറിന്റെ അകത്തോടെ ഇങ്ങോട്ട് നോക്കിയേ, ഇതാ ഇത് കണ്ടോ, നമ്മുടെ ട്രൈകസ്പിഡ് വാൽവ് കണ്ടോ, കാണാം. 1, 2, 3 അല്ലെ? ആ 3 ഉള്ളതുകൊണ്ടാണ് ട്രൈകസ്പിഡ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് യൂഷ്വലി നമ്മൾ അഡൽട്സിന് പറയുമ്പോൾ 20 ഫീറ്റ് മാറി നിന്നിട്ട് വേണം ഈ ചാർട്ട്, അതായത് ഈ ചാർട്ട് വെച്ചെടുത്തുനിന്ന് 20 ഫീറ്റ് മാറി നിന്നിട്ട് വേണം നമ്മളത് വായിക്കാൻ. ഇനി കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് പീഡിയാട്രിക് അസോസിയേഷൻ പറയുന്നത് 20 ഫീറ്റ് വേണ്ട, 10 ഫീറ്റ് മതി എന്നാണ്. ഇവിടെ കണ്ട ഒരു മുഴ പോലെ ചെറിയ ലിംഫ്, ഇത് പോസ്റ്റ് ഓറിക്കുലർ, ആ ഒരു ചെവിയുടെ പുറകിലുള്ള ലിംഫ് നോട്ട്സ് ആണ്. നമുക്ക് സർവൈക്കൽ ചെയിൻ പറഞ്ഞിട്ട് ഇവിടെ ശരിക്കും കുറെ ലിംഫ് നോട്ട്സ് ഉണ്ട്. ഇവിടെയുണ്ട് സബ്മെന്റൽ, മാക്സിലറി, പിന്നെ നമ്മുടെ പറഞ്ഞ ടോൺസിൽസ്, അങ്ങനെ ഒരുപാട് ലിംഫ് നോട്ട്സ് ഉണ്ട് നമുക്ക് ഇവിടെ തന്നെ. അപ്പോൾ അതുപോലെ എൻലാർജ്മെന്റ് ഉണ്ടാവാറുണ്ട് ഈ ലിംഫോമ വരുമ്പോൾ. വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷന്റെ കുറച്ച് ഫണ്ടമെന്റൽസും അതിനോടനുബന്ധിച്ച് എൻക്ലക്സിന് പ്രത്യേക ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഇന്ന് പഠിക്കുന്നത്. പിന്നെ ഫുഡ് സേഫ്റ്റി, ഇത് വേറൊരു വലിയൊരു സെഷൻ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കട്ടിംഗ് ബോർഡ്സ് നമ്മൾ കഴുകുമ്പോൾ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഹോട്ട് ആൻഡ് സോപ്പി വാട്ടറിൽ നമ്മൾ കഴുകണം എല്ലാ പ്രാവശ്യവും. ഓരോ പ്രാവശ്യം യൂസ് ചെയ്തതിനു ശേഷം ചുമ്മാ ഇങ്ങനെ കൊണ്ടുപോയി റിൻസ് ചെയ്താൽ പോരാ, ഹോട്ട് ആൻഡ് സോപ്പി വാട്ടറിൽ നന്നായിട്ട് കഴുകണം. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇപ്പൊ ഈ ഒരു സമയം നമ്മൾ തമ്മിൽ ഒരുമിച്ചുള്ള ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതേ ഉള്ളൂ, നിങ്ങൾ കടന്നു പോകുന്ന ആ ഒരു സമയം ഞാനും അതിൽ കൂടെ കടന്നു പോയതാ. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഇതൊക്കെ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു മനസ്സിലിടയ്ക്ക് വരുന്ന ഒരു ചോദ്യമൊക്കെ എനിക്ക് ശരിക്കും കേൾക്കാം. കാരണം ഞാൻ അതിൽ കൂടെ കടന്നു പോയ ആൾ തന്നെയാ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് പറയാൻ പറ്റും, എനിക്കിത് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. നിങ്ങളെ കാത്ത ഒരു വലിയ വലിയ നല്ലൊരു ലൈഫ് നോക്കിയിരിപ്പുണ്ട്. ആ ലൈഫിനെ പറ്റി മാത്രം ഓർത്തോണ്ട് സന്തോഷമായിട്ട് അങ്ങോട്ട് റിവ്യൂ ചെയ്തേ. കാര്യങ്ങളൊക്കെ നല്ല ജനുവട ഒരു ഉപയോഗമായിട്ട് നടന്നോളൂ. ഓക്കെ, ശരി എന്നാ.